ഹായ് കുട്ടികളെ, ഞാൻ നിങ്ങളുടെ അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒക്ടോബർ മാസത്തെ എക്സാം ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ് അല്ലെ. എല്ലാവരും പഠിക്കാനുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. കുറെ ആൾക്കാർ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഈ എക്സാമിലേക്ക് നമുക്ക് ഷുവറായിട്ട് വരുന്ന കുറെ സെക്ഷൻസ് ഉണ്ടാവും. ഇന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെങ്കിൽ എങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് മിസ് നിന്ന് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ അറിയാം അല്ലെ. എത്ര മാർക്കിനാണ് ഒബ്ജക്റ്റീവ്സ് വരിക, എത്ര മാർക്കിനാണ് 1 വേർഡ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എത്രയാണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എത്രയാണ്, 5, 6 അങ്ങനെയുള്ള മാർക്സിനൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകണം. ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈൻഡ് ചെയ്യാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് മിസ് പറയുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കൂടുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇഫ് A = 2, 5, 1, 3 then A ഇൻവേഴ്സ് ഈസ്. നമുക്ക് A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലെ. ഒരു 2/2 മെട്രിക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലെ. 2, 5, 1, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2/2 മെട്രിക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു 2/2 മെട്രിക്സ് തന്നാൽ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ്, ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്കിപ്പോ 2/2 മെട്രിക്സ് 2, 5, 1, 3 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത് അല്ലെ. ഇപ്പൊ 2/2 മെട്രിക്സ് ആണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ABCD എന്നാണ് നമ്മൾ 2/2 മെട്രിക്സ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A. അപ്പൊ ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കാനുള്ള വഴി നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാ ചെയ്യാ, ഡിറ്റർമിനന്റ് A = 2/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രോസ് ചെയ്ത് നിൽക്കുക, AD ഇൻറ്റു ചെയ്യാം. AD A ഇൻറ്റു D മൈനസ് ഈ Cയും Bയും കൂടി ഇൻറ്റു ചെയ്യാം, C ഇൻറ്റു B. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനന്റ് A ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി അഡ്ജോയിന്റ് A എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക. ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കാണുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്കിപ്പം ABCD എന്നായിരിക്കുമല്ലോ നമ്മുടെ 2/2 മെട്രിക്സ് തന്നിട്ടുള്ളത്. അതിന്റെ എയുടെയും ഡിയുടെയും സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക, DA എന്ന് പറഞ്ഞ് മാറ്റി എഴുതുക. ഓക്കെ, ഇനി ആ Bയും Cയും അവിടെ ഉണ്ടല്ലോ, അതിന്റെ രണ്ടെണ്ണത്തിനും സൈൻ മാറ്റി കൊടുക്കുക. ഇത് പോസിറ്റീവ് B ആണെങ്കിൽ അവിടെ ഒരു -B ഇട്ട് കൊടുക്കുക, പോസിറ്റീവ് C ആണെങ്കിൽ അവിടെ ഒരു -Cയും ഇട്ട് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടോ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ അഡ്ജോയിന്റ് A ആയിട്ടും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കൂ, 2, 5, 1, 3 തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാ, 2 × 3 രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 2 × 3 എത്രയാ മക്കളെ, 6 വരും അല്ലെ. ആൻഡ് 1 × 5 രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 1 × 5 എത്രയാ, 5 തന്നെ. സോ 6 - 5 = എന്താണ്, 1. ഡിറ്റർമിനന്റ് A എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അഡ്ജോയിന്റ് A തലകുത്തനെ ഇടുക. 2ന്റെയും 3യുടെയും പൊസിഷൻസ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അപ്പൊ എത്ര വരും, 3 ഇവിടെയും വരും, 2 ഇവിടെയും വരും അല്ലെ. 5ഉം 1ഉം ആണ് അവിടെ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, 5 എന്നുള്ളതിനെ നെഗറ്റീവ് ഇട്ട് നമുക്ക് -5 എന്നും വായിക്കാം. 1ന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, -1ഉം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അഡ്ജോയിന്റും കിട്ടി, എന്തും കിട്ടി, ഡിറ്റർമിനന്റും കിട്ടി. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാല് അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A ആണ്. അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്ജോയിന്റ് A ആയിട്ട് തന്നിരിക്കുന്നതാണ് 3 - 5 - 1 2 എന്നാണ് നമുക്ക് അഡ്ജോയിന്റ് A ആയിട്ട് തന്നിരിക്കുന്നത്. ഡിറ്റർമിനന്റ് A ബൈ 1, ഇതിനെല്ലാത്തിനും ബൈ 1 ചെയ്താൽ എന്ത് തന്നെയാ കിട്ടുക, സെയിം ആൻസർ ആയിരിക്കും അല്ലെ കിട്ടുക. സോ 3 - 5 - 1 2 ഇതായിരിക്കും നമ്മുടെ എന്ത് കിട്ടുക, A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ വന്നിരിക്കുന്നത് മക്കളെ, 3 - 5 - 1 2 നമ്മുടെ B ആയിരിക്കും നമ്മുടെ എന്ത് വരിക, ഓപ്ഷൻ വരിക. മനസ്സിലായിട്ടുണ്ടോ. വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇനിയിപ്പോ 3/3 മെട്രിക്സ് ആണെങ്കിലും 2/2 മെട്രിക്സ് ആണെങ്കിലും നിങ്ങൾ ഏത് മെട്രിക്സ് തരുവാണെങ്കിലും A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം A ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം അതിന്റെ ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്
ഇന്റഗ്രൽ -1/1 മോഡ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്നാണ് അവർ ചോദിച്ചു വെച്ചേക്കുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. എങ്ങനെയാന്ന് പറഞ്ഞാ ഇന്റഗ്രൽ -1 എക്സ് ഡി എക്സ് എന്നാണ് അവർ തന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ഇന്റഗ്രൽ -1 to 1 മോഡ് ഓഫ് എക്സ് ഡി എസ്. എന്താ മക്കളെ മോഡ് എക്സ് എന്ന് പറഞ്ഞാ? മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് രണ്ട് വാല്യൂസ് വരാം. എക്സ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്ത് വരാം? നെഗറ്റീവും ആവാം അല്ലെ. അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് അത് രണ്ട് ഭാഗം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഇന്റർവെൽ എത്ര തന്നിരിക്കുന്നേ? -1 മുതൽ 1 വരെയാണ് അവർ തന്നിരിക്കുന്നത്. -1 to 1 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ അല്ലെ. അപ്പൊ -1 to 1 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -1 to 0 എക്സ് ഡി എക്സ്. -1 തൊട്ട് 0 വരെ എന്തായാലും നെഗറ്റീവ് ആയിരിക്കുമല്ലോ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് അല്ലെ. -1 to 0 വരെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. സോ നമുക്കത് -x dx എന്ന് കൊടുക്കാം. പ്ലസ് ഇന്റഗ്രൽ 0 വരെ എത്തി, അതിന് 0 മുതൽ 1 വരെ വേണം വരാൻ. സോ 0 to 1. 0 to 1 വരെയുള്ള നമ്പേഴ്സ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. സോ എക്സ് ഡി എക്സ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, എന്തുകൊണ്ടാണ് പ്ലസ് എക്സ് വന്നതെന്നും മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രൽ -1 to 0 -x dx പ്ലസ് ഇന്റഗ്രൽ 0 to 1 x dx. ഇതിന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണെന്ന് അറിയണം. ഓക്കെ, നമുക്കറിയാം ഇന്റഗ്രൽ -1 to 0 -x dx എന്ന് പറഞ്ഞാല് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ മക്കളെ? x²/2 എന്നാണ് അല്ലെ. അപ്പൊ മൈനസ് വരുമ്പോൾ മൈനസ് മുന്നിലിട്ട് കൊടുത്തിട്ട് x²/2. ലിമിറ്റ് എത്ര വരെ തന്നിരിക്കുന്നത്? -1 മുതൽ 0 വരെ അവര് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ -1 to 0 എന്ന് കൊടുക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇതിന്റെ വാല്യൂ എത്രയാ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ആദ്യം ന്യൂമറേറ്ററിലുള്ള ലിമിറ്റിൽ മുകളിൽ നിൽക്കുന്ന നമ്മുടെ 0നെയാണ് നമ്മൾ ഇവിടെ പുട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൈനസ് എക്സിന്റെ പ്ലേസിൽ നമ്മൾ ആ 0 കൊടുത്തു നോക്കടാ. അപ്പൊ 0²/2. ഓക്കെ, എക്സിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുക? മുകളിലുള്ള അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇനി എന്ത് ചെയ്യണം? എക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെയുള്ള ലോവർ ലിമിറ്റ് -1 വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എക്സിന്റെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? -1²/2. 0യുടെ സ്ക്വയർ എന്താ മക്കളെ? 0 തന്നെയാ അല്ലെ. ഏതൊരു നമ്പറിനും 0നെ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിലും 0 ആണ്. 0യുടെ സ്ക്വയറും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പൊ 0²/2 എന്ന് പറഞ്ഞാൽ 0/2 0. ഓക്കെ, അപ്പൊ അത് 0 ആയി. ഈ മൈനസും കൂടി എന്തായി മാറും? പ്ലസ് ആയി മാറും. -1ന്റെ സ്ക്വയർ എന്താടാ? 1 ആണ്. അപ്പൊ 1/2. 0 + 1/2 എന്ത് തന്നെയാ മക്കളെ? 1/2. അപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ ലിമിറ്റ് നമുക്ക് കിട്ടി, ലിമിറ്റിന്റെ ആൻസർ കിട്ടി. എത്രയാണെന്ന്? 1/2 ആ വരിക എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് വണ്ണിന്റെയും നമ്മൾ ചെയ്യണം. സെക്കൻഡ് വൺ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ഇന്റഗ്രൽ 0 to 1 x dx എന്നാണ് അല്ലെ. ഇന്റഗ്രൽ 0 to 1 x dx എന്താ വരിക? നേരത്തെ ചെയ്ത പോലെ എക്സിന്റെ ഇന്റഗ്രേഷൻ കൊടുക്കുക. എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താടാ? x²/2. ഓക്കെ, ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് എന്താ മക്കളെ? 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. എക്സിനൊക്കെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1²/2 പ്ലസ് എന്നിട്ട് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. 0²/2. 1ന്റെ സ്ക്വയർ എത്രയാ? 1. അപ്പൊ 1/2 പ്ലസ് 0യുടെ സ്ക്വയർ 0 തന്നെ, 0/2 0. സോ ആൻസർ എന്താ? 1/2. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ലിമിറ്റ് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയതും 1/2 ആണ്. സെക്കൻഡ് വൺ ചെയ്തപ്പോഴും നമ്മുടെ ലിമിറ്റിന്റെ ആൻസർ കിട്ടിയതും 1/2 ആണ്. അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യാ? പ്ലസ് ചെയ്യുക. 1/2 + 1 = 1. ഓക്കെ ആണോ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ആൻസർ 1 ആയിട്ട് കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? എളുപ്പല്ലേ? അപ്പം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ മിസ്, ഇത്രയും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ മാത്സ് അല്ലേ, അപ്പൊ കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്പ് ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഓപ്ഷൻ മാത്രം കിട്ടിയാൽ മതി.
അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ഒക്കെ ചെയ്യുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ചിലപ്പോൾ കണ്ടുപരിചയം ഉണ്ടാവും. നിങ്ങൾ പഠിച്ച സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ആൻസർ ഇരുന്ന് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലോ വാല്യൂസിലോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ഓപ്ഷൻ മാത്രം പിക്ക് ചെയ്യുക, ടിക്ക് ഇടുക അല്ലെങ്കിൽ എടുത്ത് എഴുതിയിടുക ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ മാത്സിലെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, കുറച്ച് ലെങ്തി ആയിരിക്കും. 1 മാർക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓപ്ഷൻസ് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ 4x square plus 4y square minus 2x plus 3y minus 6 equal to 0. എന്താണ്, ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിരിക്കുവാണ്. ഇക്വേഷൻ എന്താ തന്നിരിക്കുന്ന മക്കളെ, 4x square plus 4y square minus 2x plus 3y minus 6 equal to 0 ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അവർ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര സെന്റിമീറ്റർ ആണ് ഇല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ വിചാരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സ്റ്റെപ്പ് കുറച്ചുണ്ടെങ്കിൽ കൂടെ സംഭവം വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു സർക്കിൾ തരുവാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണെന്ന് അറിയണം. നമുക്കൊരു ഇക്വേഷൻ അറിയാം, എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതെല്ലാം നമ്മൾ ആദ്യം പഠിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. കുറെ കുട്ടികൾ ഇപ്പൊ ആലോചിച്ച് വെച്ചിട്ടുണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഇക്വേഷൻ, ഈ ഒരു രീതിയിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങളുടെ നോട്ട്സ് ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ ഉള്ളത്, 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ് അല്ലെ? അതിന്റെ ജനറൽ ഫോം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ജനറൽ ഫോം. എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതൊരു ജനറൽ ഫോം ആണ്, ഇത് മറ്റൊരു ജനറൽ ഫോം ആണ്. ഇതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് അത് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമുക്ക് അതിന്ന് സെന്റർ കണ്ടുപിടിക്കാം. സെന്റർ കാണുവാണെങ്കിൽ സെന്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെന്ററും ഒരു പോയിന്റ് തന്നാൽ പോരെ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ സർക്കിളിന്റെ ഒരു സെന്ററും ആ സർക്കിളിന്റെ എവിടെയെങ്കിലും ഒരു പോയിന്റും തരുവാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആ റേഡിയസിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ സെന്റർ കണ്ടാനുള്ള ജനറൽ ഫോം ആണ് മൈനസ് ജി മൈനസ് എഫ് എന്നായിരിക്കും നമ്മുടെ സെന്റർ ഉണ്ടാവുക. ഇവിടെ നോക്കും മക്കളെ, നമ്മളുടെ ഇക്വേഷനിൽ 2gx, എക്സ് നമുക്ക് വേണ്ട 2g ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് മൈനസ് ജി ആ കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ചെയ്ത് കണ്ടുപിടിക്കണം. അതേപോലെ ഈ 2f നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിക്കാലോ. അപ്പൊ ആ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെന്റർ കിട്ടും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ഇനി നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയർ മാത്രമായിട്ടാണോ നിൽക്കുന്നത്? നമ്മുടെ ജനറൽ ഫോമിൽ എക്സ് സ്ക്വയർ മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ലേ? പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 4x സ്ക്വയർ അവിടെ വന്നിരിക്കുന്നത്. എത്ര എക്സ് സ്ക്വയറാ? 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയറാ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ 4 ഒഴിവാക്കണം. നമുക്ക് വെറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആ നമ്പർ മാത്രമേ നമുക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയറിന്റെ മുന്നിലുള്ള ഈ കോഎഫിഷ്യൻസിനെ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയണം. നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരൊന്നും അവിടെ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 4നെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. എക്സ് സ്ക്വയറിന്റെ ഭാഗത്തും വൈ സ്ക്വയറിന്റെ ഭാഗത്തും 4 തന്നെ സെയിം നമ്പറാ കിടക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പൊ ഡിവൈഡഡ് ബൈ 4 ചെയ്യുവാണെങ്കിൽ എല്ലാ നമ്പേഴ്സിനും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഉള്ളത് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ് ഉള്ളത്. നമുക്ക് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 4നെ കൊണ്ട് അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം, അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മുകളിലുള്ള ഈ 4ഉം താഴെയുള്ള ഈ 4 എന്തായി പോയി, കട്ട്
കട്ടായി പോയിട്ട് വെറും എക്സ് സ്ക്വയർ മാത്രമായിട്ട് മാറി. നമുക്കതാണല്ലോ ആവശ്യം. അപ്പൊ അങ്ങനെ തന്നെ വെക്കുക. പ്ലസ് ഇവിടത്തെയും ഈ ഫോറും എന്തായി പോയി? കട്ടായി പോയി വൈ സ്ക്വയർ മാത്രമായിട്ട് മാറി. ഓക്കെ, ഇനിയുള്ളത് 2x/4 ആ. 2നെ നമുക്ക് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അല്ലെ? 2 ടൈംസ് പോവും. അപ്പം 1 2s are 2, 2 2s are 4. ഓക്കെ, അപ്പൊ 1x എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? എക്സ് മാത്രം എഴുതിയാൽ മതി. അപ്പം x/2 പ്ലസ് 3/4 കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് രണ്ടും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ നമ്മൾ 3/4y എന്ന് തന്നെ എഴുതി വെക്കും. 3/4y മൈനസ് 6/4 2 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ? എത്ര 2s are മക്കളെ 6 വരിക? 3 2s are 6. അപ്പൊ നമ്മൾ ഇവിടെ 3 എന്ന് എഴുതും. എത്ര 2s are 4 വരിക? 2 2s are ആണ് 4 അല്ലെ? സോ നമ്മൾ ഇവിടെ 2 എന്ന് എഴുതും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നടാ? 3/2 = 0. ഓക്കെ, അതാണ് മിസ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ x/2 എന്ന് പറഞ്ഞാൽ 1/2x. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതി വെക്കാം. മൈനസ് 1/2x. ഓക്കെ, ഈ പൊസിഷനിൽ നമ്മുടെ ഇപ്പൊ എഴുതിയ കാര്യം നോക്കി നോക്കടാ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 2g അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് 2g. അതിൽ നിന്നുള്ള ജീനെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ നിൽക്കുന്നേ? വെറും 1/2 അല്ല, മൈനസ് 1/2 ആയിട്ടാ നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം എന്ത്? 2g = 2gയുടെ പൊസിഷനിൽ ഇപ്പം കയറി ഇരിക്കുന്ന ആളാരാ? മൈനസ് 1/2 ആ. വെറും 1/2 അല്ല, മുന്നുള്ള സൈൻ ഇമ്പോർട്ടന്റ് ആണ്. മൈനസ് 1/2 ആണ് അവിടെ കയറിയിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 2gന് ആവശ്യമില്ല. നമുക്ക് ആരെ മാത്രമേ ആവശ്യമുള്ളൂ? ജീനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ആ 2നെ വേണ്ട. അപ്പൊ 2നെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. ഈ × 2 ആയിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ × 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. =ന്റെ ഇതിപ്പം = ആണെങ്കിൽ =ന് ഇപ്പുറത്ത് നിന്നുള്ള ഒരാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇവിടെ കിടക്കുന്നത് ഇത് × 2 ആണെങ്കിൽ അയാളെ =ന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ × 2 എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ഡിവിഷൻ ഒക്കെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അഡീഷൻ ഒക്കെ സബ്ട്രാക്ഷൻ ആവും, സബ്ട്രാക്ഷൻ ഒക്കെ അഡീഷനും ആവും. ഓക്കെ ആണല്ലോ? അപ്പൊ =ന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ 2g = -1/2 ആണ്. അങ്ങനെയാണെങ്കിൽ g എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എടാ? -1/2. ഇത് × 2 ആണ്. അപ്പൊ ബൈ വരുമ്പോ എന്ത് വരും? ഡിവൈഡഡ് ബൈ 2 ആവും. ഡിവൈഡഡ് ബൈ 2 വരുമ്പം താഴെ നമുക്ക് × ചെയ്താൽ മതി. ഓക്കെ, എന്നുവെച്ചാല് -1/2/2 എന്നാ വരിക. അപ്പൊ അത് തിരിച്ചിടുമ്പം ഇതായിട്ട് നമ്മൾ × ചെയ്യാനാക്കും. ഓക്കെ, അപ്പൊ -1/2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4. സോ -1/4 ആയിരിക്കും നമ്മുടെ ജിയുടെ വാല്യൂ. സെന്ററിലുള്ള ഒരാളെ കിട്ടിയില്ലേ? ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കണം. അടുത്ത ആള് 2f, വൈയുടെ കോഎഫിഷ്യന്റാ. വൈയുടെ കോഎഫിഷ്യന്റ് ആണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? എഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്ന് ആരെ കണ്ടുപിടിക്കണം? എഫിനെ മാത്രം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ ടീച്ചർ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ. 2f എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇപ്പൊ ആര് നിൽക്കുന്നത്? നമ്മുടെ വൈയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 3/4 നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം 2f = എന്ത്? 3/4. ഓക്കെ, ഇംപ്ലൈസ് അങ്ങനെയാണെങ്കിൽ f = എന്ത് വരുവാടാ? ഇത് × 2 ആ. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. × 2നെ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ × 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഡിവൈഡഡ് ബൈ 2 ആയി മാറും. അപ്പൊ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള ടേം ആയിട്ട് എന്ത് ചെയ്യല്? × ചെയ്യാം. ഓക്കെ, സോ 3/4 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3/8 എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ എഫിന്റെ വാല്യൂയും കിട്ടി, നമ്മുടെ ജിയുടെ വാല്യൂയും കിട്ടി. f = 3/8 ആണ്. g = എന്താണ്? -1/4 ആണ്. ഇത്രയും സ്റ്റെപ്പ് ഓക്കെ ആണോ? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ കണ്ടുപിടിച്ചത്? നമുക്ക് നമ്മുടെ സെന്റർ കിട്ടണമായിരുന്നു. അപ്പൊ ആ സെന്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ പോയത്. അപ്പൊ നമുക്ക് നമ്മുടെ സെന്റർ കിട്ടി. എന്താ നമ്മുടെ സെന്റർ വന്നിരിക്കുന്നത്? -1/4, 3/8. ഇതാണ് നമുക്ക് നമ്മുടെ സെന്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. -1/4 3/8 ആണ് നമുക്ക് നമ്മുടെ സെന്റർ ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടേത് എഴുതാം അല്ലെ? എങ്ങനെയാ എഴുതുക മക്കളെ? നമുക്ക് തന്നിരിക്കുന്നത് 3 0 -4 എന്നാണ്. അപ്പൊ അതിനെ നേരെ എന്ത് ചെയ്യുക? തിരിച്ചെഴുതുക. എങ്ങനെ എഴുതുക? 3 0 -4. ഓക്കെ, ആൻഡ് അടുത്തത് 3 -2 -5 ആണ്. 3 -2 -5. ആൻഡ് നെക്സ്റ്റ് വൺ -1 1 2 -1 1 2. പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എ ട്രാൻസ്പോസ്. ഓക്കെ, എ ഓൾറെഡി ഉണ്ട്, എ ട്രാൻസ്പോസ് ആയി. അപ്പൊ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് എ ട്രാൻസ്പോസ് ആ അല്ലെ? 3 0 -4 3 -2 -5 -1 1 2നെയും അതേപോലെ ഈ എ ട്രാൻസ്പോസിലെ ആളെയും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പം ഒരേ മെട്രിക്സിലുള്ള ഒരേ പൊസിഷനിലുള്ള ആളുകളെ തമ്മിൽ എന്താ ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 3നെയും അതേപോലെ ഈ പൊസിഷനിലുള്ള 3നെയും നമ്മൾ എന്ത് ചെയ്യാം? അങ്ങോട്ട് ആഡ് ചെയ്യാം. 3 + 3 6 വരും അല്ലെ? ആൻഡ് 0 + 3 0 + 3 എത്ര തന്നെയാ? 3 തന്നെയായിരിക്കും. -4 + -1 -4 + -1 പ്ലസും മൈനസും കൂടി എന്തായി മാറും മക്കളെ? മൈനസ് ആയിട്ട് മാറും. അപ്പൊ -4 -1 -4 -1 രണ്ട് നമ്പേഴ്സിന്റെ മുന്നിൽ മൈനസ് ആ കയറി വന്നേക്കുന്നത് അല്ലെ? രണ്ട് നമ്പേഴ്സിന്റെ മുന്നിൽ മൈനസ് വന്നാ നമ്മൾ ഇങ്ങനെ ചെയ്യുക? രണ്ട് നമ്പേഴ്സിന്റെ മുന്നിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, രണ്ട് നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സോ 4ഉം 1ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 1 കിട്ടും. എന്നിട്ട് എന്ത് കൊടുക്കുക? 4 + 1 4 + 1 = എന്തെന്ന് വരും? 5 എന്ന് വരും അല്ലെ? എന്നിട്ട് മുന്നിൽ എന്തിട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ നമ്മളുടെ അടുത്ത ആളെന്ന് പറയുന്നത് -5 ആയിരിക്കും. ഇതേപോലെ ഓരോരോ പൊസിഷനിലുള്ള ആളുകളെയും നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 3 + 0 0 -2 + -2 -4 ആൻഡ് -5 + 1 -5 + 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? -4 എന്ന് കിട്ടും. അതേപോലെ തന്നെ -1 + -4 -1ഉം -4ഉം നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? -5 വരും. 1 + -5 1 + -5 -4 എന്ന് കിട്ടും. 2 + 2 2 + 2 2 + 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ 4 എന്ന് വരും അല്ലെ? 2 + 2 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ A + A ട്രാൻസ്പോസ് കിട്ടുക. ഈ A + A ട്രാൻസ്പോസിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? /2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ടേമിനും അങ്ങോട്ട് 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക കേട്ടോ. എല്ലാ ടേമിനും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? /2 ഇട്ട് കൊടുക്കുക. എല്ലാവരും അങ്ങോട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6/2 6/2 എത്രയാ? 3 3/2 3/2 3/2 തന്നെ. -5/2 ഡിവൈഡ് ചെയ്യുന്നവരെ മാത്രം ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 0/2 0 ആണ്. -4/2 -2 ആണ്. -4/2 -2 ആണ്. -5/2 -5/2 തന്നെയാണ്. -4/2 -2 ആണ്. 4/2 വെറും 2 ആണ്. സോ ഇതായിരിക്കും നമ്മുടെ സിമെട്രിക് മെട്രിക്സ് A + A ട്രാൻസ്പോസ് /2 എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പൊ സിമെട്രി കണ്ടു. ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് ചെയ്യാം. A - A ട്രാൻസ്പോസ് ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. ഓക്കെ, അപ്പം A - A ട്രാൻസ്പോസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ടേമായിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ഓരോരോ കാര്യങ്ങളും മൈനസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 0 -3/2 -3/2 3/2 0 -3 3/2 3 0 എന്നായിരിക്കും കിട്ടുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, സെയിം സാധനം കിട്ടുക കേട്ടോ. മിസ് ഇവിടെ സ്റ്റെപ്പ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് നോക്കണ്ട, സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യാം. സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്തിട്ട് ആ ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നു. ആ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മാക്കി എഴുതി വെക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ സിമെട്രിക്കും കണ്ടു, സ്ക്യൂ സിമെട്രിക്കും കണ്ടുപിടിച്ചു.
ഇനി അതിന്റെ രണ്ടെണ്ണത്തിന് സമ്മാക്കിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, രണ്ട് മെട്രിക്സും എഴുതിയിട്ട് അതിന്റെ മുന്നിൽ സമ്മിട്ട് വെച്ചാൽ മതി. ഇത്രയായിരിക്കും നമ്മുടെ എന്തെന്നുണ്ടാവുക, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് സിമെട്രിക് ആണുള്ള ഇക്വേഷൻ എന്താണ്? ഒരു മെട്രിക്സ് എ ആണെങ്കിൽ സിമെട്രിക് മെട്രിക്സ് എന്തായിരിക്കും? എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2. സ്ക്യൂ സിമെട്രിക് എന്തായിരിക്കും എടാ? എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. പഠിച്ചില്ലേ? മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ 10 ക്വസ്റ്റ്യൻ ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ളത്. എല്ലാ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാ ഭാഗവും മറച്ചു നോക്കുക കേട്ടോ. അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും, ആ പോർഷൻസ് ഒന്നും തന്നെ വിടാൻ പാടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. 9th ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്റർ? വെക്ടേഴ്സ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഷോ ദാറ്റ് ദ 4 പോയിന്റ്സ് എ ബി സി ഡി ഹൂസ് പൊസിഷൻ വെക്ടേഴ്സ് ആർ. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? 4 പോയിന്റ്സ് ഉണ്ട്. എങ്ങനെയൊക്കെയോ ആണ്, ഏതോ രീതിയിൽ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ വെക്ടേഴ്സ്, എയുടെ വെക്ടർ തന്നിട്ടുണ്ട്. എന്താ വെക്ടർ? 4i പ്ലസ് 4i ക്യാപ്പ് എന്ന് പറയൂ അല്ലെ നമ്മള്. 4i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. ഈ പറയാനുള്ള സുഖത്തിന് നമ്മൾ ഈ ക്യാപ്പിനൊക്കെ ഒഴിവാക്കും. നമ്മൾ എഴുതുമ്പോൾ ഐ ക്യാപ്പ് ഇടും, നമ്മൾ പറയുമ്പോൾ ഐ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, പറയാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയിടുന്നതാണ് കേട്ടോ. അപ്പം എ തന്നു 4i പ്ലസ് 5j പ്ലസ് k തന്നു. ബി ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? മൈനസ് j പ്ലസ് k ആണെന്ന് പറഞ്ഞു. സി ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? 3i പ്ലസ് 9j പ്ലസ് 4k ആണെന്നും പറഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡി ആയിട്ട് തന്നിട്ടുണ്ട് എന്ത്? മൈനസ് 4i പ്ലസ് 4j പ്ലസ് 4k അല്ലെ. ഇങ്ങനെ 4 പോയിന്റ്സ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് അടുക്കി പെറുക്കി 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? ഈ 4 പോയിന്റ്സും കോ പ്ലാനാറിലാണെന്ന്, ഒരേ ലൈനിലാണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സും കോ പ്ലാനാറിലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 പോയിന്റ്സും അങ്ങനെ എന്ത് ചെയ്യുക, വരിക്ക് അങ്ങോട്ടേക്ക് എഴുതി വെക്കുക. അപ്പൊ വരിക്ക് അങ്ങോട്ടേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവരുടെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ വരിക്ക് എഴുതി വെക്കുകയാണ്. എ ബി സി ഡി ആണ് നമ്മുടെ 4 പോയിന്റ്സ് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. എ ബി വെക്ടർ എ ബി കണ്ടുപിടിക്കുക, ആൻഡ് എ സി കണ്ടുപിടിക്കുക, എ ഡി കണ്ടുപിടിക്കുക. എനെ 3 ലൈൻ പോയിന്റ്സുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, എ ബി കാണുക, എ സി കാണുക, എ ഡി കാണുക. ഈ 3 സാധനങ്ങളും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാം. എ ബി, എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. എ ബി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? ബി മൈനസ് എ ചെയ്താൽ മതി. ബിന്ന് എ കുറച്ചാൽ മതി. ഓക്കെ, ആൻഡ് എ സി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിം, സി മൈനസ് എ. ഓക്കെ, എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഡി മൈനസ് എ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ 3 എണ്ണത്തിന്റെയും ലെങ്ത് എത്രയാണ്, അതിനെ കാണിക്കുന്ന എന്താണ് വെക്ടർ എങ്ങനെയാന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 വെക്ടേഴ്സ് കാണേണ്ടത് എ ബി എ സി എ ഡി എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാ 2 വെക്ടേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക? ഒന്നുമില്ല, ഐ എന്ന് പറയുന്ന ആളെ കൊണ്ട്, ഫസ്റ്റ് വെക്ടർ ഐ എന്നുള്ളതാണെങ്കിൽ ആ ഐനെ കൊണ്ട് തന്നെ വേണം നമ്മൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരേപോലെയുള്ള നമ്മളിപ്പം എക്സുകളും എക്സ് സ്ക്വയറും ഒക്കെ തമ്മിൽ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യൂലേ, അതേപോലെ തന്നെ ഐനെ കൊണ്ട് മാത്രം, ജെനെ കൊണ്ട് മാത്രം, കെനെ കൊണ്ട് മാത്രം, ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം എ ബി കണ്ടുപിടിക്കുകയാണ്. എ ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ആയിരിക്കും അല്ലെ. അപ്പൊ ബിന്റെ വെക്ടർ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? മൈനസ് ജെ പ്ലസ് കെ അല്ലെ. ഇതിനെ മൈനസ് ചെയ്യണം. ആരായിട്ട് മൈനസ് ചെയ്യണം? എ ആയിട്ട് മൈനസ് ചെയ്യണം. എയുടെ വാല്യൂ എന്താ? 4i പ്ലസ് 5j പ്ലസ് കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതില് ഫസ്റ്റത്തേല് ഐ ഉണ്ടോ? ഐ ഇല്ല അല്ലെ. ഫസ്റ്റത്തെ ബി എന്ന് പറഞ്ഞതിൽ നമ്മൾക്ക് എന്തില്ല? ഐനെ പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടാമത്തേൽ ആരുണ്ട്? ഐ ഉണ്ട്. പക്ഷെ നമുക്ക് ഐനെ ഒഴിവാക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ മറ്റടുത്ത ആളുണ്ടല്ലോ.
അല്ലേ? അപ്പൊ ഒരു സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ മറ്റേ ഉള്ള ആളെ കൺസിഡർ ചെയ്യണം. മൈനസിനെ കൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലെ, മൈനസ് ഇട്ടിട്ടാണ് അടുത്തുള്ളത്. അപ്പൊ വെറും I4i അല്ല പുറത്തിറങ്ങുക, -4i വേണം പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ജെയിലേക്ക് നോക്കുക. ഇവിടെ -j ഉണ്ട്, ഇവിടെ +5j ഉണ്ട്. ഇവിടെ -j മീൻസ് -1 ആണ്, -1j ഉണ്ട്. അവിടെ ആരും ഉണ്ട്, 5j ഉണ്ട്. -1 + 5, ഒരു നമ്പറിന്റെ മുന്നിൽ പ്ലസും മറ്റേ നമ്പറിന്റെ മുന്നിൽ മൈനസും ആണ് വരുന്നതെങ്കിൽ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ഓക്കെ, അങ്ങനെയാ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു, വലുതിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് എന്തിന്റെ സൈൻ ഇടുക? വലുതിന്റെ സൈൻ ഇടുക. 5ന്ന് 1 കുറച്ച 4, 4ന്റെ മുന്നിലുള്ള 5ന്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് വരും? +4j. ഓക്കെ, ഇനി അടുത്തത് കേകളെ, k - k. രണ്ടെണ്ണത്തിന് മുന്നിലും എന്ത് തന്നെയാ ഉള്ളത്? മൈനസ് ആണ് ഉള്ളത്. kന്ന് k കുറച്ച എന്താ? 0 ആണ്. അപ്പൊ അതിൽ kയുടെ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി -4i + 4j എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്തതിൽ ഇവിടെ ഒന്ന് റെഡി ആക്കണം കേട്ടോ. +4j ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? കിട്ടിയിട്ടുള്ളത്. AB കഴിഞ്ഞ ഇനി അടുത്ത ആളാരാ മക്കളെ? അടുത്ത ആള് AB കഴിഞ്ഞ അടുത്ത ആളാരാ? AC. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? AC-നെ ചെയ്യാം. ഇവിടെ ചെയ്ത് നോക്കിയേ, AC-യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3i + 9j + 4k. അതിനെ നമ്മൾ മൈനസ് ചെയ്യണം. ആരായിട്ട് മൈനസ് ചെയ്യണം? 4i + 5j + k ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യാണ് അല്ലെ? ഐകൾ തമ്മിൽ മൈനസ് ചെയ്യാ. 3 - 4, 3 - 4 എന്താ? -1 ആണ്. -1ന് -1 ഇടേണ്ട ആവശ്യമുണ്ടോ? -1i എന്ന് പറഞ്ഞാലും -i എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ആൻഡ് 9 - 5, 9 - 5, 9 - 5 എത്രയാ വരിക മക്കളെ? 9ന്ന് എന്ത് കുറയ്ക്കുക? 5 കുറയ്ക്കുക. എത്ര വരും? +4j. ഓക്കെ, ആൻഡ് 4k - k. 4kന്ന് k കുറച്ച 3k. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്തു? അതും അങ്ങനെ നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ എന്തും കണ്ടുപിടിച്ചു, ADയും കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. അപ്പൊ അങ്ങനെ നമ്മുടെ AB കിട്ടി, AC കിട്ടി, ADയും കിട്ടി. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് അതിനെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മളിപ്പോ AB കണ്ടു, AC കണ്ടു, AD കണ്ടു അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, AB ഡോട്ട് AC ക്രോസ് AD ചെയ്യാം. ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് കോപ്ലാനാർ ആയിരിക്കും. AB ഡോട്ട് AC ക്രോസ് AD ചെയ്താൽ അതിന്റെ വാല്യൂ 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തായിരിക്കും? കോപ്ലാനാർ ആയിരിക്കും. 0 അല്ല കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ എന്തായിരിക്കൂല? കോപ്ലാനാർ ആയിരിക്കില്ല. ഇറ്റ്സ് നോട്ട് കോപ്ലാനാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് AB നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? നമുക്ക് ആകെ ഇനി കിട്ടാനുള്ളത് ആരാ മാത്രമാണ്? ഈ ക്രോസ് ചെയ്തിട്ടുള്ള ക്രോസ് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലില്ല. AC ക്രോസ് AD നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, സോ AC ക്രോസ് രണ്ട് പ്രൊഡക്റ്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് AC-നെയും AD-നെയും ആണല്ലോ നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാട്രിക്സ് വരച്ചിട്ട് മുകളിൽ IJK എന്ന് എഴുതി വെക്കുക. IJK. ഓക്കെ, എന്നിട്ട് ആദ്യം AC ആണ് അല്ലെ? അപ്പം AC-യുടെ കോഎഫിഷ്യന്റ് നമ്മൾ ഇവിടെ നോക്കുക. AC-യുടെ കോഎഫിഷ്യന്റ് എന്തൊക്കെയാ? -i + 4j + 3k ആണ് നമ്മളുടെ AC എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ കോഎഫിഷ്യന്റ് -1 ആണ്, സെക്കൻഡ് കോഎഫിഷ്യന്റ് 4 ആണ്, ആൻഡ് ദ തേർഡ് കോഎഫിഷ്യന്റ് 3 ആണ് അല്ലെ? -1 4 3. അത് നമ്മൾ ഇതിന്റെ നേരെ -1 4 3 ഇങ്ങനെ നേരെ എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് AD-യുടെ കോഎഫിഷ്യന്റ് അതേപോലെ എടുത്ത് പറഞ്ഞേ മക്കളെ. -8 -1 3 അല്ലെ? അതും അതേപോലെ -8 -1 3 എന്ന് നേരെ അങ്ങോട്ട് എഴുതി വെക്കുക. ഇനി രണ്ട് പ്രൊഡക്റ്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതി അല്ലെ? ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണണം. ഈ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പം ആദ്യം I എഴുതുക. I എഴുതി കഴിഞ്ഞാല് I എന്ന് പറയുന്നതുള്ളതിന്റെ
ഈ ഭാഗവും മറച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഡിറ്റർമിനന്റ് കാണാൻ ഞാൻ പഠിപ്പിച്ചില്ല. ഇതിപ്പോ ഒരു 2x2 മെട്രിക്സ് അല്ലേ. ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നേ? 4 into 3 അല്ലെ. 4 into 3 12 മൈനസ് ഇത് രണ്ടും കൂടി അതേപോലെ ഇൻറ്റു ചെയ്യാം. -1 into 3 -1 into 3 -3 ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, പ്ലസ് ഇനി അതേപോലെ ജെന്റെയും ചെയ്യാം. അപ്പൊ ജെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ജെ എഴുതിയിരിക്കുന്ന റോയും ജെ എഴുതിയിരിക്കുന്ന കോളവും എന്ത് ചെയ്യണം? മറച്ചു വെക്കുക. അപ്പൊ ബാക്കി 2 ആൾക്കാരെ ഉണ്ടാവും. ഈ 2 ആൾക്കാരെ തമ്മിൽ ഡിറ്റർമിനന്റ് എടുക്കുക. എന്നിട്ട് ഡിറ്റർമിനന്റ് എടുത്ത് വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ റോ ജെ എടുത്തിരിക്കുന്നത് ഈ 4ഉം -1ഉം ആണ്. അതിനെ ഒഴിവാക്കുക, ഈ കോളും ഒഴിവാക്കുക. അപ്പം ഈ 4 ആൾക്കാരായിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടാവുക അല്ലെ. അപ്പൊ -1 into 3 ഇപ്പൊ ജെ ആണുള്ളത് അല്ലെ. ജെ ഇൻറ്റു -1 into 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -3 മൈനസ് ഇടുക. -8 into 3 -8 into 3 എന്ന് പറഞ്ഞാൽ എന്തെന്നാ വരുക? 24 ആണ് അല്ലെ. -24 മനസ്സിലായിട്ടുണ്ടോ? ഇതേപോലെ കേനെന്ന് എഴുതാം. കെ അതേപോലെ അപ്പൊ കേനെ മറച്ചു വെച്ചു. ഇനി അപ്പുറത്തെ 2 ആൾക്കാർ, ഈ 4 ആൾക്കാർ തമ്മിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിറ്റർമിനന്റ് പോലെ ചെയ്യാൻ. -1 into -1 +1 മൈനസ് -8 into 4 -24. ഓക്കെ ആണോ? ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? 32. ഓക്കെ, സോറി. അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? എന്നിട്ട് സോൾവ് ചെയ്യാം. ഈ മൈനസും എന്താവും? പ്ലസ് ആവും. 12 + 3 15i എന്ന് കിട്ടും. പ്ലസ് ഈ 2 മൈനസും കൂടി എന്താവും? പ്ലസ് ആയിട്ട് മാറും. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -15i -21j +33k. ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ AC ക്രോസ് ADയും നമുക്ക് കിട്ടി അല്ലെ. ക്രോസ് പ്രൊഡക്റ്റും കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാനുള്ളേ? നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. കോപ്ലാനർ ആണോ നോക്കുക. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? AB dot AC ക്രോസ് AD അല്ലെ. ആ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. AB ഇട്ട് കഴിഞ്ഞ് ഡോട്ട് ഇട്ടു. AC ക്രോസ് AD എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണെന്ന് കിട്ടി? -5i -21j +33k ആണെന്ന് കിട്ടിയല്ലോ. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 2 എണ്ണം കൂടി എന്ത് ചെയ്യുക? ഡോട്ട് എടുക്കുക. ഡോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഐയുടെ കൂടെ ഐനെ മാത്രമേ ചെയ്യാവൂ, ജെയുടെ കൂടെ ജെനെ മാത്രമേ ചെയ്യാവൂ. അപ്പം ഐന്റെ കൂടെ ഐനെ മാത്രം ചെയ്യുക. അപ്പൊ -4 into 15 വന്നു. ആൻഡ് പ്ലസ് -6 into ജെയുടെ കൂടെ ജെനെ മാത്രം ചെയ്യാം. -21ഉം വന്നു. ഇത് 66 എന്നാണ് കിട്ടുക. അതൊരിക്കലും എന്തല്ല? 0 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് കോപ്ലാനർ. 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയായിരുന്നു? ഇറ്റ് ഈസ് എ കോപ്ലാനർ എന്ന് പറയായിരുന്നു. ഇത് 0 അല്ലാത്തതിനെ കൊണ്ട് തന്നെ ഇത് എന്തല്ല? കോപ്ലാനർ അല്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനിൽ വരുന്നത് തന്നെയാണ് ഈ ഗ്രാഫിന്റെ സെക്ഷൻസ് ഒക്കെ. മിനിമൈസും മാക്സിമൈസും ഒക്കെ LPP അല്ലെ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 4 or 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയത്. ഓക്കെ, അപ്പൊ നമ്മൾ മിനിമൈസും ചെയ്യണം, മാക്സിമൈസും ചെയ്യണം. മിനിമൈസ് ചെയ്ത വാല്യൂ, മാക്സിമൈസ് ചെയ്ത വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഏതാണ്? എന്താ ലൈൻ തന്നിരിക്കുന്നത്? z = 5x + 2y എന്നുള്ള ലൈനിന്റെ അതിന്റെ മിനിമൈസ് ചെയ്ത വാല്യൂ, മാക്സിമൈസ് ചെയ്ത വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് ആയിരിക്കാം തന്നിരിക്കുന്നത്. x + 2y ≤ 2 തന്നിട്ടുണ്ട്. 3x + 2y ≤ 12 തന്നിട്ടുണ്ട്. ആൻഡ് -3x + 2y ≤ 3 തന്നിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ x > or 0, y > or 0. ഇങ്ങനെയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? കൺസ്ട്രെയിൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഈ z = 5x + 2y മിനിമൈസ് ചെയ്ത വാല്യൂ, മാക്സിമൈസ് ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഗ്രാഫ് വരയ്ക്കലാണ് മെയിൻ. ഗ്രാഫ് വരയ്ക്കാം, മാർക്ക് ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. കോമൺ റീജിയൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? 6 മാർക്കിന് ചോദിക്കുന്ന സെക്ഷൻ ആണ് കേട്ടോ. മിസ് ചെയ്യാതെ മനസ്സിലാക്കി വെക്കുക കേട്ടോ.
സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കൺസ്ട്രെയിൻസ് തന്നിട്ടുള്ളത് എന്താടാ? എക്സ് പ്ലസ് 2y എക്സ് മൈനസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മൾ എഴുതുമ്പോൾ ഈക്വൽ ടു 2 എഴുതും. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളെയും വൈകളെയും നമ്മൾ കണ്ടുപിടിക്കണം. എളുപ്പ വഴിയാണ് ആദ്യം എക്സിന് 0 കൊടുത്തിട്ട് y എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് yക്ക് 0 കൊടുത്തിട്ട് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് വേറെ വാല്യൂസ് ഒക്കെ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് മടിയന്മാരാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പറ്റുന്ന, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ സീറോസ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. സോ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുകയാണ്? 0 കൊടുക്കുകയാണ്. എക്സ് 0 കൊടുത്താൽ ഇവിടെ y എന്ത് കിട്ടും മക്കളെ? -1 കിട്ടും അല്ലേ. ആൻഡ് y 0 കൊടുക്കുകയാണ്, y ഈക്വൽ ടു 0 എന്നുവെച്ചാൽ ഇത് ഫുള്ളും 0 ആയി. 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്നാ വന്നിട്ടുള്ളത്? 2 എന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് 0 കൊടുത്താൽ y എന്ത് കിട്ടും? ഓക്കെ, എന്നിട്ട് നേരെ y 0 കൊടുത്താൽ എക്സ് എന്ത് കിട്ടും? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പെട്ടിയിലാക്കി വെക്കുന്നത്. ഓക്കെ, പെട്ടിയിലാക്കി വെക്കുമ്പോൾ വൃത്തി ഉണ്ടാവും, ടീച്ചേഴ്സിനും മനസ്സിലാവും, നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടുന്ന് എടുത്ത് എഴുതാം. ഫസ്റ്റത്തെ ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 0 - 1 ആണ്. ആൻഡ് ദ സെക്കൻഡ് ഓർഡേർഡ് പെയർ ഈസ് 2 0 ആണ്. ക്ലിയർ ആണല്ലോ. ഇതേപോലെ നമ്മൾ അടുത്തതിലും ചെയ്യാണ്. 3x + 2y ഈക്വൽ ടു 12 എന്ന് പറഞ്ഞതിൽ എക്സ് 0 കൊടുത്തപ്പോൾ നമുക്ക് y 6 കിട്ടി. y 0 കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എന്തൊന്നും വന്നു? 4 വന്നു. അപ്പൊ ഇവിടുത്തെ ഓർഡേർഡ് പെയർസ് ഏതൊക്കെയാ മക്കളെ? 0 6 4 0. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഓർഡേർഡ് പെയർസ് ഏതൊക്കെയാ വെക്കുന്നത്? 0 1.5. 1.5 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെ എഴുതാം? 1.5 എന്ന് തന്നെ എഴുതാം. 3/2 വരുന്നതിനാണ് നമ്മൾ 1.5 എന്ന് എഴുതുന്നത് കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് ഓർഡേർഡ് പെയർ എന്താ? -1 0. ഓക്കെ അല്ലേ. ഇത്രയും ഓർഡേർഡ് പെയർസ് വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കണം. ഈ ടേബിൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്രാഫ് വരയ്ക്കലാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കാൻ വേണ്ടി പോവാണ്? ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഈ 3 സ്ട്രേറ്റ് ലൈൻസിനും റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് എന്തെന്ന്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 3 ലൈൻസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വൃത്തിയിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, 1 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഇതേപോലെ നമ്മുടെ നെഗറ്റീവ് സൈഡും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പോയിന്റ് നോക്കുക. 0 - 1 ആണ്. എക്സിൽ 0, വൈയിൽ -1. എക്സ് 0യും y -1ഉം. എക്സ് 0യില് y -1 വരുന്നത് ഈ പോയിന്റിലായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ആ പോയിന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് ഇട്ട് വെക്കാം. പെൻസിൽ വെച്ചിട്ട് പോയിന്റ് ഇട്ട് വെക്കാം. ആൻഡ് അടുത്ത പോയിന്റ് എത്രയാണുള്ളത്? 2 0 ആണ്. എക്സ് 2 ആവുമ്പോൾ y 0 എന്നാണ് അല്ലേ. എക്സ് ആക്സിസിൽ 2 വരുമ്പോൾ y 0 എന്ന് ഈ പോയിന്റ് ആണ്. സോ ഈ പോയിന്റ് അത് രണ്ടും നമ്മൾ പോയിന്റ് ഇട്ട് വെച്ചു. ആ പോയിന്റിലൂടെ എന്ത് ചെയ്യുക? ഒരു വര അങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുക. ആ നീട്ടി വരച്ച വരയാണ് ഇവിടെ മിസ് വെച്ചേക്കണം കേട്ടോ. ആ വര റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ മക്കളെ? എക്സ് - 2y ഈക്വൽ ടു 2 ആണ് അല്ലേ. അപ്പൊ നേരെ അങ്ങോട്ട് ആ ഇക്വേഷൻ എഴുതി വെക്കുക. എക്സ് - 2y ഈക്വൽ ടു 2. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 ഇക്വേഷനും നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ വരച്ച് വെച്ചിട്ട് ആ വര റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താന്ന് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഇക്വേഷൻസിനെ അവിടെ എഴുതി വെക്കുന്നത്. വേറെ ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം തിരക്ക് പിടിച്ച എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും തെറ്റിപ്പോവും അല്ലേ. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അത് തെറ്റിക്കും. അപ്പൊ എന്ത് ചെയ്യാനാണ്? മാക്സിമം തെറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100% എൻഷുർ ചെയ്യണം. നമ്മളെ കയ്യിൽ നിന്ന് തെറ്റൂല എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ എഴുതി വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാല് 3 ഇക്വേഷൻസിലും നമ്മൾ 0 പുട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1 എന്തായിരുന്നു മക്കളെ?
എക്സ് മൈനസ് 2y എന്ത് 0 ആയിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് അവർ തന്നിരിക്കുന്നത്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് അവർ ആദ്യം തന്നിട്ടുള്ളത്. ഇതിൽ എക്സിനും വൈക്കും പകരം നമ്മൾ 0 കൊടുക്കുക. എക്സും വൈയും ഉള്ള പൊസിഷനിൽ നമ്മൾ 0 കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്? തെറ്റാണോ ഇത് ശരിയാണോ? 0നേക്കാൾ വലുതാണ് എക്സ് എന്നാണ് അവർ കാണിക്കുന്നത്. ശരിയല്ലേ? അത് ശരിയാണ്, റൈറ്റ് ആണ് അല്ലേ? ഇത് റൈറ്റ് ആണെങ്കിൽ ഈ എക്സ് മൈനസ് ഈ ലൈനില്ലേ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്ത ലൈൻ, ആ ലൈനിലുള്ള ഷെയ്ഡുകളൊക്കെ നമ്മുടെ ഒറിജിന്റെ അടുത്തേക്ക് നീങ്ങും എന്നാണ് പറയാ. ഇങ്ങനെ ഒറിജിന്റെ ഭാഗത്തേക്ക് പോകും ശരിയാണെങ്കിൽ. തെറ്റാണെങ്കിൽ ഒറിജിനിൽ നിന്നും അകലേക്ക് പോകും, അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പൊ ശരിയാവുമ്പോൾ ശരിയായ സാധനങ്ങളൊക്കെ ഒറിജിന്റെ അടുത്തേക്ക് ആയിരിക്കും വരിക, തെറ്റായ സാധനങ്ങളൊക്കെ ഒറിജിന്റെ അപ്പുറത്തേക്ക് ആയിരിക്കും പോവുക. അപ്പൊ ഇങ്ങനെ വേണം അത് റൈറ്റ് ആണോ തെറ്റാണോ, റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഫസ്റ്റത്തെ ചെക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 3x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ് അല്ലെ? 3x + 2y അപ്പോൾ അത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്? ഇറ്റ്സ് റൈറ്റ് അല്ലെ? 0നേക്കാൾ വലുതല്ലേ 12 എന്ന് പറയുന്നത്? ശരിയാണ്. അപ്പൊ അതും നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ശരിയാണ്. ഇതാണല്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ അല്ലെ? ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈൻ നമ്മൾ എന്ത് ചെയ്യുക? ഒറിജിൻ ഇതാണല്ലോ, സെന്റർ ആണ് അല്ലെ? ഒറിജിന്റെ അടുത്തേക്ക് ഈ വര എങ്ങനെ പോകും? ഓക്കെ ആണോ? ഈ ലൈൻസ് ഒക്കെ ഒറിജിന്റെ അടുത്തേക്ക് ഈ ഭാഗത്തേക്ക് നീങ്ങാണ്. തെറ്റായിരുന്നെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വണ്ണും എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? ഇക്വേഷൻ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ശരിയല്ലേ? 0നേക്കാൾ വലുതല്ലേ 3 എന്ന് പറയുന്നത്? ശരിയാണ്. അപ്പൊ ആ ലൈനും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൈൻഡിൽ ആലോചിക്കുക, നോക്കിയാൽ മതി അത് ഇങ്ങോട്ടേക്കാണോ വരുന്നത് അല്ലെ അങ്ങോട്ടേക്കാണോ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഈ 3 ലൈൻസും ഒറിജിന്റെ അടുത്തേക്കാണ് വരുന്നത്, ഒക്കെ റൈറ്റ് ആയിട്ടുള്ള ലൈൻസും ആണ് അല്ലെ? അപ്പൊ ഈ 3 ലൈൻസും കൂടി കൂട്ടിമുട്ടുന്ന എന്ന് വെച്ചാല് നമ്മൾ ഷെയ്ഡ് ചെയ്തല്ലോ, ഈ 3 ലൈൻസിനും ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങള് കൂട്ടിമുട്ടുന്ന കോമൺ റീജിയൻ കണ്ടുപിടിക്കാം. ഈ കോമൺ റീജിയനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നാണ് പറയുക. ഫീസിബിൾ റീജിയൻ. ഓക്കെ, അപ്പൊ ഈ കോമൺ റീജിയൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏത് കിട്ടുവടാ? മിസ് ഇതായ ഒരു പച്ചമഞ്ഞ കളറിൽ ഷെയ്ഡ് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമായിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഈ ഒരു ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ ടച്ച് ചെയ്ത് വരുന്ന ഈ 3 ഭാഗങ്ങളും ടച്ച് ചെയ്ത് വരുന്ന പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാം. മിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്കൻഡ് പോയിന്റ് ഇതാണ്, തേർഡ് വൺ, ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ. ഓർഡർ തെറ്റിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? ആ ലൈൻ ടച്ച് ചെയ്ത് പോകുന്ന 5 പോയിന്റ്സ്. ചിലത് 3 പോയിന്റ്സ് ആവാം, ചിലത് 4 പോയിന്റ്സ് ആവാം, ചിലപ്പോൾ 6 പോയിന്റ്സ് ഉണ്ടാവും. എത്ര പോയിന്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുക, പോയിന്റ്സിന് പേര് കൊടുക്കുക. ഓർഡർ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് A കൊടുക്കാം, ഇഷ്ടമുള്ളടത്ത് B കൊടുക്കാം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നോക്കുക, ഇവിടെ A മാർക്ക് ചെയ്ത് ഈ പോയിന്റ്, ആ പോയിന്റിന്റെ ഓർഡേർഡ് പെയർ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് എക്സ് വരുന്ന എവിടെയാ? 0ലാണ്. Y എവിടെയാ നിൽക്കുന്നേ? 1.5 അല്ലെ? സോ 0, 1.5 ആയിരിക്കും നമ്മുടെ എക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ബി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ ഒറിജിനിലാണ് അല്ലെ? ഒറിജിനെ ഡിനോട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ഏതാ മക്കളെ? 0, 0. അപ്പൊ ബി എന്ന് പറയുന്നതിന്റെ ഓർഡർ പെയർ കിട്ടി എന്താണെന്ന്? 0, 0 ആണെന്നും കിട്ടി അല്ലെ? ആൻഡ് സി എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഓർഡർ പെയർ, സി പറയുന്നത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആണല്ലോ. എക്സ് ആക്സിസിൽ ഇവിടെ ഏതിലാ നിൽക്കുന്നത്? 2 എന്ന് പറഞ്ഞ പോയിന്റിന്റെ മുകളിലാണ് നിൽക്കുന്നത്. സോ 2 എക്സ് ആക്സിസിൽ ആയതിനെ കൊണ്ട് തന്നെ y ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇത് എവിടെയാ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ? 3ന്റെയും 4ന്റെയും നടുവിലാണെന്ന് നമുക്കറിയാം, പക്ഷെ അത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടുന്നില്ല അല്ലെ? അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് എന്താന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈൻസിന്റെ മുകളിലൊന്നുമല്ല
അല്ലെ? പുറത്താണ് കിടക്കുന്നത്, ലൈൻസിന്റെ മുകളിലല്ലാതെ അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇ എന്ന് പറഞ്ഞ ലൈനും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഡിയും ഇയും കണ്ടുപിടിക്കലാണ് നമുക്ക് നമ്മുടെ അടുത്ത ടാസ്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് അങ്ങനെയുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന നമ്മൾ എക്സിന് 0 കൊടുത്തു, വൈ കണ്ടുപിടിച്ചു, വൈക്ക് 0 കൊടുത്തു, എക്സ് കണ്ടുപിടിച്ചു വരുന്ന രീതിയിൽ ഓർഡേഡ് പെയറുകൾ കണ്ടുപിടിച്ചു. ഈ ഓർഡേഡ് പെയറുകളെ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. ഗ്രാഫിലെ ഫീസിബിൾ റീജിയൻ, കോമൺ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയിന്റ്സ് മാർക്ക് ചെയ്തു. പോയിന്റ്സ് വെച്ചിട്ട് ഓർഡേഡ് പെയർസ് കണ്ടുപിടിച്ചു. ഓക്കെ, കുറേ പറഞ്ഞു പോയി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഡീനും ഈനും ആണ്. മിസ് ആദ്യം ഈന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഈനെ കണ്ടുപിടിക്കുമ്പോ ഇ എന്ന് പറയുന്ന ഈ പോയിന്റ്, ഇ എന്ന് പറയുന്ന ആ പോയിന്റ്, ഓക്കെ, അത് ടച്ച് ചെയ്യുന്ന ലൈൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെ ലൈൻസ് ടച്ച് ചെയ്തിട്ടാ മക്കളെ ഈ പോയിന്റ് ഉള്ളത്? ഒന്ന് ഈ ലൈനാണ് അല്ലേ? 3x - 3x + 2y = 3 എന്ന് പറയുന്ന ഈ ലൈനും അതേപോലെ തന്നെ ഈ ലൈൻ, ആ ലൈൻ ഏതാ? 3x + 2y = 12 എന്ന് പറയുന്ന ലൈനും കൂടി കൂട്ടിമുട്ടിയിട്ടുണ്ടാവുന്ന പോയിന്റ് ആണ് ഇ ആണല്ലോ. അപ്പൊ ആ രണ്ട് ഇക്വേഷൻസും എഴുതി വെക്കുക. ആ രണ്ട് ഇക്വേഷൻസും എഴുതി കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എക്സിന്റെ വാല്യൂവും വൈന്റെ വാല്യൂവും കണ്ടുപിടിക്കുക. നമ്മൾ ചെയ്തതാണ് അല്ലേ? അപ്പൊ അങ്ങനെ പുട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അങ്ങനെ എക്സിന്റെയും വൈന്റെയും പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അതായിരിക്കും നമ്മുടെ ഇ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഓർഡേഡ് പെയർ. അപ്പൊ ഓർഡേഡ് പെയർ ഇവിടെ എത്ര കിട്ടിയടാ? 3/2 15/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഡി കണ്ടുപിടിക്കണമെങ്കിൽ സെയിം മെത്തേഡ്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഡി കണ്ടുപിടിച്ചതെന്ന് നോക്കുക, ഡി കിട്ടിയതെന്ന് നോക്കുക. ഡി ഏതൊക്കെയാണടാ? ഈ ലൈനും ഈ ലൈനും ആണ്. സോ x - 2y = 2 എന്ന് പറഞ്ഞ ലൈനും 3x + 2y = 12 എന്ന് പറഞ്ഞ ലൈനും കൂട്ടിമുട്ടിയിട്ടാണ് ആരുണ്ടായത്? ഡി ഉണ്ടായത് അല്ലേ? അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? ഡി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. രണ്ട് ഇക്വേഷൻസും എഴുതി ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കും. എക്സ് വെച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കും? വൈ കണ്ടുപിടിക്കും. സോ നമ്മുടെ ഓർഡേഡ് പെയർസ് എന്ന് പറയുന്നത് 7/2 3/4 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 5 പോയിന്റ്സിലേക്കുള്ള ആളുകളെയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. ആ 5 പോയിന്റ്സുകൾ നമ്മൾ ഇങ്ങനെ പെട്ടിയിലാക്കി എഴുതി വെക്കുക. എ എന്ന് പറയുന്നത് 0 3/2 ആണ്, 1.5 ട്ടോ, 3/2. ബി എന്ന് പറയുന്നത് 0 0 ആണ്. സി എന്ന് പറയുന്നത് 2 0 ആണ്. ഡി എന്ന് പറയുന്നത് എത്രയാ? 7/2 3/4 ആണ്. ആൻഡ് ഇ എന്ന് പറയുന്നത് 3/2 15/4 ആണ്. അത് 5 ആൾക്കാരെയും നിരത്തി അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് മിനിമം വാല്യൂയും മാക്സിമം വാല്യൂയും ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിതാക്കുന്നേ? z = 5x + 2y സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെയിൻ ആള്, അയാളാണ് നമ്മുടെ മെയിൻ ആള് അല്ലെ? ആ ഇക്വേഷനിലേക്ക് എക്സിന് പകരം നമ്മുടെ ഈ ഫസ്റ്റിലുള്ള ആളുകളെയും ഓർഡേഡ് പെയറിലെ ഫസ്റ്റത്തെ ആളുകളെയും വൈക്ക് പകരം ഓർഡേഡ് പെയറിലെ സെക്കൻഡ് ആളുകളെയും പുട്ട് ചെയ്യാം. ഇപ്പൊ ഒരു ഇക്വേഷൻ നോക്കുവാണെങ്കിൽ z = 5x + 2y അല്ലേ? മിസ് ഫസ്റ്റത്തത് പുട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എ എന്ന് പറയുന്നത് 0യും 3/2 ആണ് അല്ലേ? ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ വൈ. നേരെ പുട്ട് ചെയ്യാം. 5 × എക്സിന് പകരം എത്രയാ ഉള്ളത്? 0 + 2 × വൈക്ക് പകരം എത്രയാ ഉള്ളത് മക്കളെ? 3/2. 5 × 0 0. ഈ 2ഉം 2ഉം കട്ട് ചെയ്തു, ബാക്കി എന്ത് മാത്രം? 3 മാത്രം. 0 + 3 3. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതേപോലെ എന്ത് ചെയ്യാ? ഓരോരോ സെക്ഷനിലും എന്തൊക്കെയാണോ വരുന്നത് അത് എന്ത് ചെയ്യാ? പുട്ട് ചെയ്യാം. ഓക്കെ, അത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും, സെറ്റിന്റെ വാല്യൂസ് കിട്ടും. ഈ വാല്യൂസിൽ വലിയ ആളാരാ? ഈ വാല്യൂസ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിൽ വലിയ ആളാരാ? ആരാ വന്നിരിക്കുന്നേ? 0യാ വന്നിരിക്കുന്നത് അല്ലേ? സോറി, ഏറ്റവും ചെറിയ ആളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0നെയാണല്ലോ അല്ലേ? അപ്പൊ 0 ഉൾക്കൊള്ളുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരാ? b = 0 0. അതായിരിക്കും മിനിമം വാല്യൂ, അതായിരിക്കും z മിനിമം ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, ഇതിൽ വലിയ നമ്പർ ഏതാ? 19 ആണ് അല്ലേ? 19 കിട്ടുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? 7/2 3/4 അല്ലേ? അതായിരിക്കും z മാക്സിമം ആയിട്ടുള്ള വാല്യൂ.
ഓക്കെ, അപ്പം വലിയ നമ്പർ മാക്സിമം, ചെറിയ നമ്പർ മിനിമം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി വെച്ചാൽ നോക്ക്, ഹെൻസ് z ഈസ് മിനിമം. എവിടെയാ മിനിമം? എക്സ് 0 ആണ്, വൈയും 0 ആണ്. എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. ആ പോയിന്റിലായിരിക്കും z എന്തായിരിക്കുക? മിനിമം ഉണ്ടാവുക. ഓക്കെ, ആൻഡ് മാക്സിമം, z മാക്സിമം ഏതിലുള്ളത്? എക്സ് ഈക്വൽ ടു 7/2 ആൻഡ് വൈ ഈക്വൽ ടു 3/4. മനസ്സിലായിട്ടുണ്ടോ? അപ്പം LPP എന്ന് പറഞ്ഞ ഈ സെക്ഷൻ വളരെ എളുപ്പമാണ് അല്ലേ? മിസ് എല്ലാം പറയുന്ന പോലെ എളുപ്പമാണ്. എന്താക്കിയാൽ മതി? 1-2 ക്വസ്റ്റ്യൻസ് ഇത് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യമൊക്കെ ഒരു ക്വസ്റ്റ്യൻ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ, വേറെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ LPP എന്ന് പറഞ്ഞ സെക്ഷൻ. ഓക്കെ, തെറ്റിപ്പോല. ഈ ഫീസിബിൾ റീജിയൻ, ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ, കോമൺ റീജിയൻ മാത്രം കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊന്ന് വൃത്തിയിൽ അങ്ങോട്ടേക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ടും അവിടെ വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ 10 ക്വസ്റ്റ്യൻസും തീർത്തിട്ടുണ്ട് അല്ലെ? 10 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് മാത്രം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ അത്രയും കെയർ ചെയ്തുകൊണ്ട് അത്രയും വരും എന്നുള്ള സെക്ഷൻസ് എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ 10 എണ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, എക്സാമിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക, ടൈം എടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക, ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക കേട്ടോ. താങ്ക് യു.